എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. നല്ലൊരു നാടൻ ചിക്കൻ റോസ്റ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാനായി 1 കിലോ എല്ലോടുകൂടി ചിക്കൻ കുറച്ച് വലിയ പീസായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ വലിയ പീസുകളായി തന്നെ കട്ട് ചെയ്യാതെ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ചിക്കൻ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്ക് 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3/1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ഒപ്പം തന്നെ ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർക്കുന്നുണ്ട്. നാരങ്ങ നീരിന് പകരമായിട്ട് വിനാഗിരി ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം അരമണിക്കൂറിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൂടുതൽ സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടിപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ രുചി കിട്ടാനായിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിക്കഴിയുമ്പോൾ ചിക്കനെല്ലാം ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈന് ഇടയിൽ വെച്ച് 3-4 മിനിറ്റ് ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കനെല്ലാം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 3-4 മിനിറ്റ് കൂടി ഇതേ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം എല്ലാ വശങ്ങളും നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടാനായി 3-4 മിനിറ്റ് കൂടി തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 13 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ എല്ലാം നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വെളിച്ചെണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ ചിക്കൻ്റെ പൊടിയെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇതിൽ നിന്നും 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ഇതിലേക്ക് നീളത്തിൽ കനം കുറച്ചരിഞ്ഞ 3 മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മസാലയിലേക്കുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈന് ഇടയിൽ വെച്ച് 3-4 മിനിറ്റ് വഴട്ടി സവാള ഒന്ന് സോഫ്റ്റായി കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 3-4 എരിവുള്ള പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറും വരെ ഒന്ന് വഴട്ടിയെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളാണ് ചേർക്കാനുള്ളത്. ആദ്യം തന്നെ 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ കൂടി ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് മസാലകളുടെ എല്ലാം പച്ചമണം മാറും വരെ ഒന്ന് വഴട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർക്കാനുള്ളത്. 2 മീഡിയം സൈസിലുള്ള തക്കാളി നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടും വരെ ഒന്ന് വഴട്ടിയെടുക്കാം. തക്കാളി ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല. തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് മസാലകളെല്ലാം ഒന്ന് യോജിച്ച് കിട്ടാനായി ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് മസാലയെല്ലാം ചിക്കൻ്റെ എല്ലായിടത്തും ഒരേപോലെ അകത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ 2-3 മിനിറ്റ് ചിക്കൻ ഇതുപോലെ ഇളക്കി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായി ഒന്ന് പിടിച്ചു കിട്ടാനായി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ചിക്കൻ റോസ്റ്റിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പ് തേങ്ങയുടെ തിക്കായിട്ടുള്ള 1/4 പാലാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തേങ്ങാപ്പാൽ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും വരെ ഇതുപോലെ ഇളക്കി വറ്റിച്ചെടുക്കാം. തേങ്ങാപ്പാൽ നന്നായി വറ്റി ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവൊന്ന് നോക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ചേർത്ത തേങ്ങാപ്പാലെല്ലാം നന്നായി വറ്റി ചിക്കനിലേക്കൊന്ന് പിടിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് പറയണേ. ഈ ചാനലിലൂടെ ചെയ്യുന്ന കൂടുതൽ റെസിപ്പികൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആദ്യം കാണുന്ന ഓപ്ഷൻ ഓൾ കൊടുത്താൽ മതി. മറ്റൊരു റെസിപ്പിയുമായി ഉടനെ കാണാം. താങ്ക്